സാറ, ടോം, എമിലി, ജെക്ക്, ലോറ എന്നീ 5 സുഹൃത്തുക്കളുടെ ഒരു സംഘം ആഴമേറിയതും ഇടതൂർന്നതുമായ വനത്തിലേക്ക് ഒരു സാഹസികയാത്ര പോകാൻ തീരുമാനിച്ചു. തൊട്ടുകൂടാത്ത പ്രകൃതിയെ പര്യവേക്ഷണം ചെയ്യുന്നതിലും ശുദ്ധവായു ആസ്വദിക്കുന്നതിലും അവരുടെ ദിനചര്യകളിൽ നിന്ന് വിച്ഛേദിക്കുന്നതിലും അവർ ആവേശഭരിതരായിരുന്നു. അവർ ബാഗുകൾ പാക്ക് ചെയ്തു, കാറിൽ കയറ്റി, രാവിലെ തന്നെ പുറപ്പെട്ടു. അവർ കാടിന്റെ ആഴത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രകൃതിദൃശ്യങ്ങൾ കൂടുതൽ ആകർഷകവും എന്നാൽ വിചിത്രവും ആയിത്തീർന്നു. ഉയരമുള്ള മരങ്ങൾ സൂര്യപ്രകാശത്തിൽ നൃത്തം ചെയ്യുന്ന നിഴലുകൾ വീഴ്ത്തി. സാവധാനം അടയുന്ന അശുഭകരമായ അന്തരീക്ഷം അറിയാതെ കൂട്ടം സന്തോഷത്തോടെ സംസാരിച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ രാത്രി ക്യാമ്പ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ഒരു ക്ലിയറിംഗിൽ എത്തി. അവർ കൂടാരം സ്ഥാപിക്കുന്നതിനിടയിൽ മരങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട വില്ല അവർ ശ്രദ്ധിച്ചു. വില്ല പര്യവേക്ഷണം ചെയ്യാനുള്ള സാധ്യതയിൽ ആകാംക്ഷയും ആവേശവും തോന്നിയ അവർ ക്യാമ്പ് സജ്ജീകരിച്ചതിനു ശേഷം അത് പരിശോധിക്കാൻ തീരുമാനിച്ചു. നേരം പുലർന്നപ്പോൾ വില്ല അതിന്റെ ഇരുണ്ട രഹസ്യങ്ങൾ മറച്ച് നിശബ്ദമായും ശാന്തമായും നിന്നു. അതിനുള്ളിലെ ഭയാനകതയെ കാക്കുന്നതുപോലെ ചുറ്റുമുള്ള കാട് തൊടാതെ നിന്നു. ചങ്ങാതിക്കൂട്ടത്തെ പിന്നീടൊരിക്കലും കണ്ടില്ല. അവരുടെ വിധി ക്യാമ്പ് ഫയറിന് ചുറ്റും പറഞ്ഞ ഒരു രസകരമായ കഥയായി മാറി. കാട്ടിലെ പ്രേതബാധയുള്ള വില്ലയുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുതെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. അവൾ കണ്ണാടിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ പ്രതിബിംബം കണ്ടു. പക്ഷേ അവൾ കണ്ടത് അവളുടെ മുഖമായിരുന്നില്ല, അവളുടെ നേരെ ഉറ്റുനോക്കുന്ന പ്രേതസ്ത്രീയുടെ മുഖമായിരുന്നു. സാറ നിലവിളിച്ചു, പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. അവൾ മറ്റുള്ളവരെപ്പോലെ വില്ലയിൽ എന്നേക്കുമായി ബന്ധിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ശബ്ദം ഇടറിയുകൊണ്ട് സാറ ചോദിച്ചു. പ്രേതം സങ്കടത്തോടെ ചിരിച്ചു. നിങ്ങൾ നിങ്ങളുടെ വിശ്രമത്തെ ശല്യപ്പെടുത്തി. ഈ വില്ല ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമാണ്. ശരീരത്തിലൂടെ ഒരു തണുത്ത കുളിർ പടരുന്നതായി സാറയ്ക്ക് തോന്നി. അവൾ ചുറ്റും നോക്കി. വില്ല ഇനി ജീർണിക്കുന്നില്ലെന്ന് അവൾ മനസ്സിലാക്കി. കാലം മാറിയതുപോലെ അത് പ്രാകൃതമായിരുന്നു. ആത്മാക്കൾ പോയി. അവൾ തനിച്ചായി. ഒടുവിൽ സാറ ലോറയെ കണ്ടെത്തി. പക്ഷേ അത് വളരെ വൈകിപ്പോയി. ലോറ കണ്ണു തുറന്ന് കാണാതെ തറയിൽ കിടന്നു. കരഞ്ഞുകൊണ്ട് സാറ മുട്ടുകുത്തി വീണു. പ്രേതസ്ത്രീയുടെ തണുത്ത കരം തന്റെ തോളിൽ അനുഭവിച്ചറിഞ്ഞ് അവൾ ആ പൊള്ളയായ കണ്ണുകളിലേക്ക് നോക്കി. സാറയും ലോറയും, അവശേഷിച്ച അവസാനത്തെ 2 പേരും ചക്രവാളം പോലെയുള്ള വില്ലയിൽ പരസ്പരം കണ്ടെത്താൻ ശ്രമിച്ചു. അവർ പരസ്പരം ശബ്ദം കേട്ടു, പക്ഷേ പരസ്പരം എത്താൻ കഴിഞ്ഞില്ല. ആത്മാക്കൾ അവരെ വഴിതെറ്റിക്കുകയായിരുന്നു. സാറയും ലോറയും സംരക്ഷിക്കാൻ ശ്രമിച്ച ടോം ആ സ്ത്രീയുടെ പ്രേതത്തെ നേരിട്ടു. അവരെ പോകാൻ അനുവദിക്കണമെന്ന് അവൻ അവളോട് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രേതം ചിരിക്കുക മാത്രം ചെയ്തു. ടോമിന് നെഞ്ചിൽ മൂർച്ചയുള്ള വേദന അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തു. ആത്മാവിനാൽ അവന്റെ ജീവശക്തി ചോർന്നുപോയി. ആദ്യം ശപിക്കപ്പെട്ട വാതിൽ തുറന്ന ജെക്കിനെ കണ്ണാടിയിലേക്ക് വലിച്ചിരിച്ചു. പിന്നീടൊരിക്കലും കാണില്ല. മറ്റുള്ളവർ അവന്റെ നിലവിളി കേട്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്തതായി എമിലി ഒരു വഴി തേടുന്നതിനിടയിൽ പഴയ പാവകൾ നിറഞ്ഞ ഒരു മുറിയിൽ ഇടറി. പാവകൾ ജീവൻ പ്രാപിച്ചു. അവളെ ചുറ്റിപ്പറ്റി. അവരുടെ കണ്ണുകൾ ദ്രോഹത്താൽ തിളങ്ങി. അവർ അവളെ നിഴലേക്ക് വലിച്ചിരിച്ചപ്പോൾ അവൾ നിലവിളിച്ചു. രാത്രി കഴിയുന്തോറും അവർ തനിച്ചല്ലെന്ന് തിരിച്ചറിഞ്ഞു. വില്ലയിൽ ആത്മാക്കൾ നിറഞ്ഞിരുന്നു. ഓരോരുത്തരും അവസാനത്തേതിനേക്കാൾ കൂടുതൽ ദ്രോഹമുള്ളവരായിരുന്നു. കൂട്ടം ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നൊന്നായി വേർപിരിയുകയും അവരുടെ തന്നെ ഭീകരമായ ഏറ്റുമുട്ടലുകളെ അഭിമുഖീകരിക്കുകയും ചെയ്തു. അന്തരീക്ഷം കൂടുതൽ അടിച്ചമർത്തപ്പെട്ടു. സുഹൃത്തുക്കൾ മറ്റൊരു വഴി കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ വില്ലയ്ക്ക് സ്വന്തമായി ഒരു ജീവിതം ഉണ്ടെന്ന് തോന്നി. മുമ്പില്ലാത്തിടത്ത് വാതിലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇടനാഴികൾ വളഞ്ഞുപുളഞ്ഞു. അവരെ സർക്കിളുകളിലേക്ക് നയിച്ചു. താൻ ഒരിക്കൽ വില്ലയുടെ ഉടമയായിരുന്നുവെന്നും അതിനെ എന്നേക്കുമായി വേട്ടയാടാൻ ശപിക്കപ്പെട്ടവളാണെന്നും പ്രേതം വെളിപ്പെടുത്തി. അവർ അവളുടെ വിശ്രമം ശല്യപ്പെടുത്തിയെന്നും വില്ല അവരെ പോകാൻ അനുവദിക്കില്ലെന്നും അവൾ അവർക്ക് മുന്നറിയിപ്പ് നൽകി. പരിഭ്രാന്തരായ സുഹൃത്തുക്കൾ ദയക്കായി യാചിച്ചു. പക്ഷേ പ്രേതം അപ്രത്യക്ഷമായി അവരെ ഇരുട്ടിൽ ഉപേക്ഷിച്ചു. സംഘം ഒതുങ്ങി ശാന്തത പാലിക്കാൻ ശ്രമിച്ചു. ഒരു പോംവഴി കണ്ടെത്തണമെന്ന് അവർക്കറിയാമായിരുന്നു. ഒരു ജനൽ തകർക്കാൻ ടോം നിർദ്ദേശിച്ചു. പക്ഷേ അവൻ അടുത്തെത്തിയപ്പോൾ കണ്ണാടി തകർന്നു. ഒരു പ്രേതരൂപം പ്രത്യക്ഷപ്പെട്ടു. പഴഞ്ചൻ വസ്ത്രം ധരിച്ച, പൊള്ളയായതും വേട്ടയാടുന്നതുമായ ഒരു സ്ത്രീയായിരുന്നു അത്. തങ്ങൾ കുടുങ്ങിയതെറിഞ്ഞതോടെ പരിഭ്രാന്തി പരന്നു.
അവർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അനങ്ങിയില്ല. കുശുകുശുക്കലുകൾ ഉച്ചത്തിലായി. വായു തണുത്തു. അമാനുഷികതയോട് ഏറ്റവും സെൻസിറ്റീവ് ആയ സാറ അവളുടെ തോളിൽ തണുത്ത കൈ അനുഭവിച്ച് അലറി. പെട്ടെന്ന് അവരുടെ പുറകിൽ വാതിൽ അടഞ്ഞു. കണ്ണാടി തിളങ്ങാൻ തുടങ്ങി. ഒരു തണുത്ത കാറ്റ് മുറിയിൽ നിറഞ്ഞു. സുഹൃത്തുക്കൾക്ക് ഒരു സാന്നിധ്യം തോന്നി, എന്തോ ഇരുട്ടും ദുഷ്ടതയും. വിളക്കുകൾ മിന്നിമറഞ്ഞു. അവർ മങ്ങിയ മന്ത്രിപ്പുകൾ കേട്ടു. അവർ കൂടുതൽ ആഴത്തിൽ പോയപ്പോൾ അവർ ബേസ്മെന്റിൽ ഒരു പൂട്ടിയ വാതിൽ കണ്ടു. ജെക്ക് ഏറ്റവും ജിജ്ഞാസയോടെ ഒരു പെയിന്റിംഗിന് പിന്നിൽ ഒളിപ്പിച്ച ഒരു പഴയ താക്കോൽ കണ്ടെത്തി വാതിൽ തുറന്നു. അതിനുള്ളിൽ പഴയ പുസ്തകങ്ങളും വിചിത്രമായ പുരാവസ്തുക്കളും നിറഞ്ഞ ഒരു മുറി അവർ കണ്ടെത്തി. മുറിയുടെ മധ്യഭാഗത്ത് ഒരു വലിയ പൊടിപിടിച്ച കണ്ണാടി ഉണ്ടായിരുന്നു. ഉള്ളിലെ വായു തണുത്തു. നനവിന്റെയും അഴുകലിന്റെയും ഗന്ധം അവരുടെ മൂക്കിൽ നിറഞ്ഞു. മുറികൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ അവരുടെ കാൽക്കീഴിൽ ഫ്ലോർ ബോർഡുകൾ പൊട്ടിത്തെറിച്ചു. പൊടിയിൽ പൊതിഞ്ഞ പഴയ ഫർണിച്ചറുകൾ, സീലിംഗിൽ തൂങ്ങിക്കിടക്കുന്ന ചിലന്തിവലകൾ, ചുവരുകളിൽ കൊത്തിയ വിചിത്ര ചിഹ്നങ്ങൾ എന്നിവ അവർ കണ്ടെത്തി. സന്ധ്യ ആയപ്പോൾ അവർ വില്ലയിലേക്ക് പോയി. ചുവരുകളിൽ പടർന്നുകയറുന്ന മുന്തിരിവള്ളികളും ജനാലകളുമൊക്കെയായി ആ കെട്ടിടം പുരാതനമായിരുന്നു. വാതിൽ തുറന്ന് ഒരു ഇരുണ്ട ഉൾവശം വെളിപ്പെടുത്തി. ഫ്ലാഷ് ലൈറ്റുകളുമായി അവർ അകത്തേക്ക് കയറി.